മറ്റൊരു പുതിയ വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, ഇത് കണ്ടിലെ ഒരു ഇടിച്ചക്ക കിട്ടിയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾക്കൊരു മസാലക്കറി ഉണ്ടാക്കാം. നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് മുറിച്ചെടുക്കാം. ഇതിൻ്റെ പകുതിയെ എടുക്കുന്നുള്ളൂ. ഇത് ഇങ്ങനത്തെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ട് ഇങ്ങനെ ചെത്തിയെടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള തോരെല്ലാം നമുക്ക് എളുപ്പത്തിൽ കളയാനാവും. ഇതേപോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും. ഇതേപോലെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾക്ക് കുറച്ചുകൂടി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ടെങ്കിൽ സപ്പോർട്ട് തരുന്ന എല്ലാവരോടെയും നന്ദി പറയുകയാണ്. ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഈ ഇടിച്ചക്ക മസാലക്കറി നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ്. നല്ല ആരോഗ്യത്തിന് നല്ലൊരു കറിയാണിത്. ഇത് നമ്മുടെ ചക്കയെല്ലാം ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഇത് നമ്മൾ ഇടിച്ചക്ക മുറിച്ചത് ഇവിടെ ഒരു ചട്ടിയിൽ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉള്ളി മുറിച്ചതും രണ്ട് മൂന്ന് പച്ചമുളക് മൂന്ന് പച്ചമുളകുള്ളൂ. 3 പച്ചമുളക് മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മുറിച്ച് വെച്ചിരിക്കുന്ന 2 തക്കാളി ചേർക്കാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കാണ്. നമുക്ക് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചിട്ട് മൂടി വയ്ക്കാം. ഇളക്കി കൊടുക്കാം. കുറച്ച് കറിവേപ്പില കൂടെ ചേർക്കാം. ഉപ്പ് നമ്മൾക്കൊരു പകുതി വെന്തിട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കാം. ഞാൻ ഇടിച്ചക്ക വേവിക്കാൻ വെച്ചത് മറ്റേ സ്റ്റൗവിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഈ സ്റ്റൗവിൽ നമുക്ക് ഇതിന് വേണ്ട മസാലകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം. ചട്ടി ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ആവശ്യമുള്ള തേങ്ങ ഇതിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു കപ്പ് തേങ്ങ 1.25 കപ്പ് തേങ്ങയാണ് ചേർക്കുന്നത്. പിന്നെ ഒന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മസാലകൾ ചേർക്കണം. ഇതിൽ ഒരു 4-5 ഈ ഉള്ളുള്ളിയും ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ മുറിച്ചതാണിത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് പെരിഞ്ചീരകം, ഒരു കഷ്ണം പട്ട, പിന്നെ ഒരു 2-3 ഏലക്ക, 2-3 ഗ്രാമ്പു ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് ചെറിയ ജീരകവും കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടെ നമ്മൾക്ക് ബ്രൗൺ നിറാവുന്നവരെ നല്ലോണം വറുത്തെടുക്കാം. ഇതായുടെ തേങ്ങ ഇതായുടെ പാകത്തിന് ചുവന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ്. അതേ ചൂടിൽ കിടന്ന് നമ്മൾ പാകമായിട്ട് കിട്ടും. ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാണ്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കാം. നമ്മളിതിൽ പച്ചമുളകും കുരുമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോഴത് നോക്കിയിട്ട് വേണം ചേർക്കാൻ. മുളക് പൊടി ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഇളക്കാം. അധികം ഒരു മസാലയൊന്നും ഇതിൽ ചേർത്തിട്ടില്ല. നമ്മൾ നാടൻ കറി മാതിരിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ വറുത്ത മസാല ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് ആറാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നമ്മുടെ ഇടിച്ചക്ക ഇവിടെ വെന്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇടിച്ചക്ക വെന്തോന്ന് നോക്കാം. പകുതി വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഇളക്കി നമുക്ക് ഒന്നുകൂടെ വേവിക്കാൻ വയ്ക്കാം. ഇനി നമ്മൾക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മസാല നമ്മൾക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം.
നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു നാടൻ കറിയാണിത്. ഒരു ജാറ് മൂടി വെച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. നമ്മളുടെ ഇടിച്ചക്ക, തക്കാളി, ഉള്ളി എല്ലാം കൂടെ നല്ലോണം ഇവിടെ വെന്തിട്ടുണ്ട്. ഇനി നമ്മൾക്കിതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന മസാലയെല്ലാം ചേർക്കാം. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് മസാലയും എല്ലാം കൂടെ ഇടിച്ചക്ക എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് വെന്ത് ചേരട്ടെ. ഒന്ന് മൂടി വയ്ക്കാം. നമ്മൾക്ക് വറവിടാനുള്ള ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ട് നമ്മൾക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മുളകും കടുകും ചേർക്കാം. നമ്മൾക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളി ചേർക്കാം. നമ്മൾക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയില ചേർക്കാണ്. ഇനി അവസാനമായിട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കാണ്. ഇങ്ങനെ വറവിൽ മുളക് പൊടി ചേർത്താൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും. പിന്നെ നമ്മൾക്ക് എരിവ് വേണമെങ്കിൽ അതും അഡ്ജസ്റ്റ് ആവും. നമ്മൾ ഈ വറവിന് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കാം. നമ്മൾ വറവിട്ട് മൂടി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞു. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മളെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളുടെ അടിപൊളി ഇടിച്ചക്ക മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തണം. പിന്നീട് വരുന്ന ഓളെന്ന ഓപ്ഷൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും. ഷബാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്.